ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കുറേ സ്പെഷ്യൽ റെസിപ്പീസും വിശേഷങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇന്നൊരു നമ്മുടെ സൺഡേ സ്പെഷ്യൽ വ്ളോഗാണ്. ഓർഗനൈസിങ് ചാലഞ്ച് ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് വീഡിയോനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. സൺഡേ കുറേയൊക്കെ റിലാക്സ്ഡ് ആണ്. പിന്നെ ഇന്ന് രാവിലെ നടക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, നല്ല തണുപ്പുണ്ടായിരുന്നു. സൺഡേ നമ്മൾ പിന്നെ അങ്ങനെ വല്ലപ്പോഴും കേട്ടോ സൺഡേയിൽ നടക്കാൻ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിലേക്കായിട്ട് ഞാൻ അപ്പമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വെള്ളപ്പല്ലേ അതാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വെള്ളപ്പം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ മാവ് അരച്ചിട്ട് തലേ ദിവസം അരച്ചിട്ട് ഉണ്ടാക്കൂലേ അങ്ങനെ. പിന്നെ അതിലേക്ക് ചിക്കൻ സ്റ്റൂ, നല്ല ഇതും ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ ഭയങ്കര റിച്ച് ടേസ്റ്റുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. ഞാൻ മുന്നേ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര പേര് കണ്ടിട്ടുണ്ട് അതെനിക്കറിയില്ല. അപ്പോൾ കാണാത്തവർ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണേ. മാവ് അരച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് കറി വേഗം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ ഒരു 2 മീഡിയം സൈസ് സവാള, ഒരു 3 പച്ചമുളക്, ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഇത്രയും കൂടെ ഒന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം മറന്നു പോയിട്ടുണ്ട്. എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഈ കുക്കറിൻ്റെ ഉള്ളിലേക്ക് കാണൂല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സവാള വഴന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് കിട്ടും. സവാള ചെറുതായിട്ട് കുക്കാവുകയും ചെയ്യും. ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ് മതി. ഞാൻ അതിനിടയിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാവുക. ഇനി ഇതൊന്ന് ഞാൻ പറഞ്ഞില്ല, ആ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ആ ഒരു റോ ടേസ്റ്റ് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് എൻ്റെ പച്ചമുളകിന് എരിവ് വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് 3 ചേർത്തിട്ട് ഞാനിതാ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പെപ്പർ പൗഡർ ഇപ്പം ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. നിങ്ങൾ എരിവ് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ അല്ല ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഒരു 1/4 ടീസ്പൂൺ എല്ലാം നമ്മുടെ ഉലുവ പൊടിയില്ല, അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. കൂടുതൽ ചേർക്കരുത് കേട്ടോ. 1/4 ടീസ്പൂൺ തന്നെ മതി, 2 പിഞ്ച്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കി, 1 മിനിറ്റ് ഒന്നും വേണ്ട, ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇനി അതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുക. ഇത് 1/2 കിലോൻ്റെ പകുതി, 1/4 കിലോനും കൂടെ ഇല്ല കേട്ടോ, അത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ പീസ്. അത്രയും മതി കേട്ടോ. ഈ കറി ഒരു ഗ്രേവി, നല്ല തിക്ക് ഗ്രേവി ആയിട്ടൊക്കെ വരും. കുറച്ചധികം എന്താ പറയുക, കുറച്ച് ചിക്കനെ കൊണ്ടൊക്കെ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഗ്രേവി, കുറുന്നനെയുള്ള ഗ്രേവിയൊക്കെ കിട്ടും നമ്മൾ ഈ സവാളയ്ക്ക് ഇങ്ങനെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് മിക്സാക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തു. ആ ഒരു മിക്സീൻ്റെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താണ്. ഇതാ കറിയിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ചിക്കൻ വേവുന്നവരെ വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 2-3 വിസിൽ, അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കിട്ടും. അപ്പം ഞാൻ ഇനി കുക്കർ അടച്ചു കൊടുക്കണ്ട. ഈ ഒരു രീതിയിലാട്ടോ ഉണ്ടാവുക. ഇത് കണ്ട ഇങ്ങനെ ഉണ്ടാവും. വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കണേ. കാര്യം നമ്മൾ ആ ഒരു പേസ്റ്റൊക്കെ ആക്കി ചേർക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കരിഞ്ഞു പോവും. അതുകൊണ്ടാണ്. ഇനി അത് വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ അപ്പത്തിനുള്ള മാവൊക്കെ ഇതാ നന്നായിട്ട് പൊങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം രാത്രി അരച്ച് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാനത് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുമ്പോഴത്തേക്കും പാനൊക്കെ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ അതൊന്ന് കാണും. അപ്പോൾ ഇത് രാത്രിയിൽ ഞാനിത് നേരത്തെ ഉച്ചയ്ക്ക് അരിയിട്ടുണ്ടായിരുന്ന പച്ചരി കഴുകിയിട്ട് കുതിരാൻ വേണ്ടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് പച്ചരി കുതിർന്ന് വരണം കേട്ടോ. എന്നാലാണ് നല്ല അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂറെങ്കിലും കുതിരാനിടണേ. നിങ്ങൾ വൈകുന്നേരം അരച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ടോ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ടോ. അപ്പോൾ ഇതാ കഴുകിയെടുത്ത പച്ചരിയിലേക്ക് നമ്മൾ തേങ്ങ 2 കൈപ്പിടി കേട്ടോ. ഇത് 2 തവി ഞാനിതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കിലോ പച്ചരിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് പച്ചരി അതാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 തവി നമ്മൾ, അതായത് എൻ്റെ കൈപ്പിടിക്ക് ഒരു 2 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുത്തു, 1 കൈപ്പിടി ചോറ് ചേർത്ത് കൊടുത്തു. അതാണ് കേട്ടോ, അത്രയാണ് നമുക്ക് വേണ്ടത്. ഇത് 2ഉം കൂടുതലായി പോകരുത്. ഇനി ഇതാ 1 ടീസ്പൂൺ, അതായത് 1/4 കിലോ പച്ചരിയിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണേ.
ഇനി ഈസ്റ്റ് ഒരു 2 പിഞ്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. അത്രയും മതി. നമ്മൾ അത്രയും റൈസ് എടുത്തിട്ടുള്ളൂ, അത്രയും ഈസ്റ്റ് മതി കേട്ടോ. നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇനി ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഓവർ വെള്ളം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളം എടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട, എന്നാൽ ടൈറ്റായിട്ടും പോകരുത് കേട്ടോ. അപ്പോൾ ടൈറ്റ് ആയാലും അപ്പം കട്ടിയായി പോവും, ഹാർഡായി പോവും. ലൂസായാൽ പൊങ്ങി വരികയില്ല, ആ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഇത് ഇത്ര മതി. ഇനി ഇത് മാറ്റി വെച്ചു. ഇതാ ഞാൻ രാവിലെ എടുത്തപ്പോഴാണ് പൊങ്ങിയത്, നിങ്ങൾ കണ്ടില്ലേ നേരത്തെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഓവർ ലൂസും ആയിട്ട് പോകരുത്, ടൈറ്റും ആയിട്ട് പോകരുത് കേട്ടോ. നമ്മളെ മാവ് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും കുറേ പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. പിന്നെ എന്താ പറയുക, ആദ്യമുള്ളവരൊക്കെ തപ്പ് കാച്ചിട്ടൊക്കെ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കലുണ്ട്. വെള്ളപ്പം, കള്ളപ്പം എന്നൊക്കെ പറയും. അതൊക്കെ കള്ളപ്പം ഇതിനല്ല കേട്ടോ പേര് പറയാൻ ഞാൻ മാറിപ്പോയത്, കള്ളപ്പം ഉണ്ടാക്കുമ്പോൾ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും അങ്ങനെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്നവർ അങ്ങനെ ഉണ്ടാക്കിക്കോ. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ചൂടായ പാനിലേക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. ഇങ്ങനെ കുത്തു വരുന്ന സമയത്ത് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അപ്പം സെറ്റ്. നമ്മുടെ ചിക്കൻ അവിടെ വെന്ത് വരുന്നുണ്ട്. ചിക്കൻ കറിയിലേക്ക് ഇനി കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ കറിയും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ നല്ല പൊങ്ങി നല്ല സോഫ്റ്റ് വെള്ളപ്പാണ് കേട്ടോ. ഇത് ചിലർക്ക് ഇവിടെ റഫീഖക്ക് ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള കേട്ടോ ഇഷ്ടം. ഇങ്ങനെ സൈഡെല്ലാം ഇങ്ങനെ ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുള്ള അങ്ങനെയാണ് എനിക്കിഷ്ടം. ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് കളറുള്ള വെള്ളപ്പാണ് റഫീഖക്ക് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അവസാനം വരുമ്പോൾ ഒരു 3-4 ഇങ്ങനെ ആ ഒരു അയണിൻ്റെ പാനിൽ അതിൽ ചുട്ടെടുക്കും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമല്ലോ, അങ്ങനെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാത്തവരാണെങ്കിൽ ഈ രീതിയിൽ ട്രൈ ആക്കി നോക്കൂ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇന്ന് തന്നെ കള്ളപ്പല്ലേ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുന്നത്, ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കുന്നത്, അതും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ റെസിപ്പി. അപ്പോൾ അറിയാത്തവർ ബിഗിനേഴ്സൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ അപ്പം കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ വെന്ത് വന്നപ്പോൾ ഞാനിതാ ഒരു 5-6 കാഷ്യൂനട്ട് ഒന്ന് അരച്ചിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10-15 മിനിറ്റ്. എന്നിട്ട് നന്നായി പേസ്റ്റാക്കി അത് ചേർത്ത് കൊടുത്തു. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അപ്പോൾ കറി തിക്കായിട്ട് വരും. അതിന് ശേഷം ഞാനൊരു ഹാഫ് തേങ്ങേൻ്റെ പാലെടുക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ നമ്മളെ കറി റെഡി ആയിട്ടോ. തേങ്ങാപ്പാൽ വെച്ചിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാഷ്യൂനട്ട് കയ്യിലില്ലെങ്കിൽ ഹെൽത്തി അല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയാത്തത്. 1 ടീസ്പൂൺ മൈദ പച്ചവെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അത് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ കാഷ്യൂനട്ട് ഒഴിച്ചില്ലേ, ആ ഒരു സമയത്ത് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ തിള വന്നതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. അത്രയും മതി കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളച്ച് പിരിഞ്ഞു പോകരുത്, അത്രയും മതി. ഇനി മല്ലിയില ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇനി വെളിച്ചെണ്ണ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. മല്ലിയിലയും കറിവേപ്പിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ സ്റ്റൂ ആണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതെന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ട്രൈ ആക്കാത്തവർ എന്തായാലും ട്രൈ ആക്കി നോക്കുക. അപ്പോൾ നമ്മൾ അപ്പവും സ്റ്റൂവും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന് സ്പെഷ്യലായിട്ടുള്ള റെസിപ്പികളൊക്കെ കാണിക്കണമെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ നാളെ ക്രിസ്മസ് ആണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ കൊണ്ട് വൈകിയതാണ് വീഡിയോ. എന്നാലും നിങ്ങളെ കണ്ട് നിങ്ങളെ സംശയമൊക്കെ ക്ലിയർ ആക്കുക. പിന്നെ ഈ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഇനിയിപ്പോൾ അങ്ങനത്തെ റെസിപ്പി ഓണത്തിനൊക്കെ നമുക്ക് സദ്യ ഉണ്ടാക്കാൻ തോന്നൂലേ, അവർ ഉണ്ടാക്കുമ്പോൾ നമുക്കും സദ്യ കഴിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അപ്പവും സ്റ്റൂവും ഒക്കെ ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, വെള്ളപ്പവും ചിക്കൻ സ്റ്റൂവും എല്ലാം കഴിക്കട്ടെ എന്നിട്ടോ പറഞ്ഞേ. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്, ഞാൻ വെറുതെ പറയുന്നതല്ല, അടിപൊളി ടേസ്റ്റാണ്. എന്നാൽ ഭയങ്കര ഈസി അല്ലേ. ഉള്ളിയൊക്കെ ഭയങ്കര കുറേ നേരം ഇട്ടിട്ട് വഴറ്റി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആ ഒരു നമ്മൾ പേസ്റ്റ് ആക്കുന്നതോട് കുക്കായിട്ട് കിട്ടും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം റഫീഖ് ഡ്യൂട്ടിക്ക് പോയി. ഇനിയിപ്പോൾ എൻ്റെ കുറച്ച് ക്ലീനിങ് പരിപാടി. ക്ലീനിങ് ഞാൻ സൺഡേ അങ്ങനെ ഭയങ്കര ക്ലീനിങ്ങിലേക്കൊന്നും നിൽക്കില്ല. സമയം ഉണ്ടെങ്കിൽ, എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ ചെടിയിൽ എന്തെങ്കിലും പണികളൊക്കെ എടുക്കും. അല്ലാതെ തലേ ദിവസം വീട് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. പിന്നെ അന്നത്തെ ദിവസം ഒന്ന് ഒതുക്കി പെറുക്കി വെക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. കാരണം എന്തായാലും നമുക്ക് സൺഡേയിൽ ചിലപ്പോൾ ഗസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടാവും, ഇല്ലെങ്കിൽ കല്യാണം ഉണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ സൺഡേ അധികം ഇങ്ങനെ ഫ്രീ ആവുക ചെയ്യുക. റഫീഖൊക്കെ എന്തായാലും ഡ്യൂട്ടി ഉണ്ടാവും, എന്നാലും ഉച്ചക്കാകുമ്പോൾ ലഞ്ചിന് വരും. ഇന്നിപ്പോൾ നമുക്ക് കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹവ്യയും തനുമൊക്കെ അല്ലേ. അപ്പോൾ അവരെ ഉപ്പാൻ്റെ പെങ്ങളെ മോളെ കല്യാണമാണ് കേട്ടോ ഇന്ന് വൈത്തിരിയിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് നമ്മൾ പോകുന്നുണ്ട്.
അപ്പോൾ റഫീഖ ഉച്ചയ്ക്ക് തന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അതിൻ്റെ മുമ്പ് കുറേ കാര്യങ്ങളും ഒക്കെ തീർക്കാനുണ്ട്. എൻ്റെ ചുരിദാർ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളെ മുന്നിലത്തെ വീടല്ലേ, മാളത്താത്താൻ്റെ വീട്, അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ട് വരണം. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ബെഡൊക്കെ ഒന്ന് വിരിച്ച് നീറ്റാക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ വീട് ശരിക്കും പറഞ്ഞാൽ കുറേ അടിച്ചു വാരി അങ്ങനെ അതിലേക്ക് പോകുന്നതിനേക്കാളും ഇങ്ങനെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ട് എല്ലാം ടേബിള് ടീപ്പോയി അതൊക്കെ ഒന്ന് നീറ്റായി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നീറ്റാക്കി ഒതുക്കി പെറുക്കി അത് അവിടേക്ക് ഒന്ന് തുടച്ചെടുത്താൽ തന്നെ നമ്മളെ വീട് ഒന്ന് നീറ്റായതുപോലെ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞ പോലെ ഒരു ഫീൽ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. അപ്പം തന്നെ ചിലപ്പം തോന്നും അടിച്ചു വാരണ്ടാന്ന്. ഇപ്പോൾ കുട്ടികളുടെ വീട്ടിലൊന്നും അതൊന്നും നടക്കില്ല കേട്ടോ. അവരുടെ വീട്ടിൽ എന്തായാലും 1, 2, 3 പ്രാവശ്യമൊക്കെ അടിച്ചു വാരേണ്ടി വരും. അപ്പം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഉണ്ടാവുമല്ലോ കൂടുതൽ വൃത്തിയോടൊന്നും ഇല്ലാത്തൊരു സമയം, അപ്പം ഇങ്ങനെ ഒതുക്കി പെറുക്കി ചിലപ്പോൾ നമുക്ക് ഈ പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ ഒതുക്കി പെറുക്കി വീടിങ്ങനെ അലങ്കോലായിട്ട് എത്ര വയ്യെങ്കിലും അലങ്കോലായിട്ട് കിടക്കുമ്പോൾ ഒരു വിഷമ, ഒരു ബുദ്ധിമുട്ട്, എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ കിടക്കാൻ തോന്നൂല, ഒരു കിടക്കുമ്പോൾ ഒരു സുഖം കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയാം, ഒന്ന് ഒതുക്കി പെറുക്കി വെക്കും. എങ്ങനെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ട് സെറ്റിയൊക്കെ ഒന്ന് റെഡിയാക്കി, എത്ര കുട്ടികളില്ലെങ്കിലും എത്ര വലിയൊരാണെങ്കിലും അവിടെ ഇവിടെ നമ്മളെടുത്ത സാധനം അവിടെ ഇവിടേക്ക് ഒന്ന് കൊണ്ടുവിടുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കൗണ്ടർ ടോപ്പൊക്കെ ഒന്നിങ്ങനെ ഡ്രൈ ആക്കിയിട്ട് കേട്ടോ, ഒന്നിങ്ങനെ ഒതുക്കി പെറുക്കി വെച്ചാൽ തന്നെ അല്ലേ വീട് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെയും ചെയ്യലുണ്ട് ചില ദിവസങ്ങളിൽ. അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ വേഗം അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഞാൻ അടിച്ചു വാരി വരെ ചെയ്യൂല, അങ്ങനെയും ഉള്ള ദിവസങ്ങൾ ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിതാ ഇവിടെ ബെഡ്റൂമിലൊക്കെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി അലക്കാൻ ഇട്ടതാണ്. അപ്പോൾ അതാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കുന്നത്. ഞാൻ ബെഡ്ഷീറ്റ് അലക്കൽ മോശമായി എന്ന് തോന്നുമ്പോൾ, കാരണം എല്ലാ ബെഡിലും നമ്മൾ കിടക്കൂലല്ലോ, അപ്പോൾ മോശമായി പൊടി പിടിച്ചു എന്ന് തോന്നുന്ന സമയത്ത് എടുത്ത് അലക്കാനിടുകയാണ് ചെയ്യാം. ഇത്ര ദിവസം കൂടുമ്പോൾ അലക്കും, അത്ര ദിവസം കൂടുമ്പോൾ അലക്കും, അങ്ങനെ എനിക്ക് പറയാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ജസ്റ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതില്ലേ, ഞാൻ ഇന്നലെ, അതായത് തലേ ദിവസത്തെ, ഇന്നലെ ഞാൻ വീഡിയോ തന്നില്ലേ, ഇന്നലത്തെ വീഡിയോയിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഞാൻ ഓർഗനൈസിങ് ചാലഞ്ച് നമ്മൾ 5 കഴിഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം അതിൽ വീഡിയോ എടുത്തതായിരുന്നു. പക്ഷേ ഞാൻ അതിൽ ഇൻക്ലൂഡ് ആക്കാൻ വിട്ടുപോയിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ അത് ഇതിൽ കാണിക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മളെ ക്ലീനിങ് ചാലഞ്ച് 6 തന്നെ കൊടുക്കുക ഈ ഒരു ഇതിൽ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സുകൾ, ഒന്ന് അത്യാവശ്യം വേണ്ട കുറച്ച് ഡ്രസ്സുകൾ അയൺ ചെയ്ത് വെക്കുന്നത്, ഒരുപാടല്ല. റഫീഖിൻ്റെ ഒരു 5-6 ഡ്രസ്സ് എന്തായാലും അയൺ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ തീരുന്നതിനനുസരിച്ച് നോക്കിയിട്ട് അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈസി അല്ലേ. പെട്ടെന്ന് രാവിലെ ആ ഒരു നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കുട്ടികളെ പറഞ്ഞേക്കണം, അങ്ങനത്തെ ഒക്കെ തിരക്കിൽ നമുക്ക് അതും കൂടെ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഞാൻ ചെയ്ത് എന്താ പറയുക, ചില ദിവസങ്ങൾ റഫീഖ് തന്നെ ചെയ്യലുണ്ട് കേട്ടോ. പക്ഷെ അപ്പോൾ എനിക്കും ദൂരം എടുങ്ങാനാട്ടോ, അത് ചെയ്ത് കൊടുത്തില്ല എന്നൊരു തോട്ട് വരും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, അവർ തന്നെയാണ് വീട്ടിൽ ചെയ്യുന്നത് വെച്ചാൽ അവർ ചെയ്തോട്ടെ, നമ്മൾ തടഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അവർക്കും ചെയ്യാം. അങ്ങനത്തെ അവർക്ക് പറ്റുന്ന പണികളല്ലേ, അവരത് ചെയ്തോട്ടെ. അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും മെമ്പേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മക്കൾ ചെയ്തോട്ടെ, അങ്ങനെയൊക്കെ. നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ദിവസം അതിനായിട്ട് കണ്ടിട്ട് അങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് അയൺ ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ചാൽ നല്ലതാവും കേട്ടോ. നമുക്ക് കുറേ നമ്മൾ തിരക്കിട്ട പണികളിൽ അതും കൂടെ ഒന്ന് ചെയ്ത് വെച്ചാൽ വളരെ നല്ലതാണ്. ആണുങ്ങളതും പിന്നെ നമ്മളത് ഒരു 2-3 ചുരിദാർ, എപ്പോഴും പുറത്ത് പോകുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ നമ്മളതും ചെയ്ത് വെക്കണം. അല്ല, അതായത് ജോലിക്കൊക്കെ വർക്കിംഗ് വുമൺ ആണെങ്കിൽ, ഇപ്പോൾ നമ്മളങ്ങനെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു 3 കൂട്ട് ഡ്രസ്സൊക്കെ ഞാൻ അയൺ ചെയ്തിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുക. ഒരുപാട് അയൺ ചെയ്ത് വെക്കില്ല. അപ്പോൾ ഇതും നമുക്ക് ഭയങ്കര ഈസി ആക്കൂട്ടോ, നമ്മളെ പണികൾ എളുപ്പമാക്കുന്നൊരു കാര്യമാണേ. പിന്നെ കുറേ നമ്മൾ അയൺ ചെയ്ത് വെച്ചാൽ എനിക്ക് അത്ര ഇഷ്ടം, റഫീഖാക്കും അത്ര ഇഷ്ടമല്ല കേട്ടോ. കാര്യം ഇങ്ങനെ മടക്ക് വീഴും, കുറേ ദിവസം കഴിയുമ്പോൾ മടക്ക് വീഴും. പിന്നെയും കൊണ്ടുപോയിട്ട് അത് ഇടുന്ന സമയത്ത് ഒന്നുകൂടെ അയൺ ചെയ്യുന്നത് കാണാം. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ കറണ്ട് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, കറണ്ട് ബില്ലാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ആക്കലില്ല, ഒരു 5-6 എന്തായാലും ചെയ്തു വെക്കില്ല. കാരണം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തിരക്ക് കാര്യം എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടി വന്നാൽ പിറ്റേ ദിവസം അയൺ ചെയ്യണമല്ലോ എന്ന് ചിന്തിച്ചാൽ ഒരു മടിയാണ്, വേറെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതവിടെ സെറ്റാണെങ്കിൽ ഒരു സമാധാനമാണ്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷെ നമ്മുടെ ഓർഗനൈസിങ് ചാലഞ്ചിൽ ജസ്റ്റ് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ.
ഇനിയിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ചുരിദാർ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. തയ്ക്കാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. കൈയിൻ്റെ അവിടെ എനിക്ക് കൈ കുറച്ച് ഇറക്കം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു 3/4 കൈ വന്നത്. അപ്പോൾ എനിക്കതൊരു ഇഷ്ടപ്പെട്ട ചുരിദാറും ആയതുകൊണ്ട് ഞാനതിന് ഒരു പീസ് വെച്ചിട്ട് കൈ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ട് വരട്ടെ. റഫീക്ക ഇപ്പോൾ വരും, അപ്പോഴത്തേക്ക് റെഡിയായി നിൽക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര തിരക്കേക്കും. അപ്പോൾ നമ്മൾ റെഡി ആയി നിന്നാൽ ചിലപ്പം 10 മിനിറ്റ് വീട്ടിലൊക്കെ ഇരുന്നിട്ടാണ് പോവുക. ഇല്ല, നമ്മൾ റെഡി ആയിട്ടില്ല എന്ന് കണ്ടാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ വരുന്നതിന് മുമ്പ് വേഗം പരിപാടിക്കൊക്കെ തീർക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ അങ്ങനെ ഡ്രസ്സൊക്കെ തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഇതാ വീട്ടിലേക്ക് പോവുകയാണേ. ഇത് മണത്താത്താൻ്റെ വീടാട്ടോ. നല്ല ചെടികളുണ്ട് കേട്ടോ അവരുടെ വീട്ടിൽ. പിന്നല്ലേ ഈ ഡ്രസ്സ് ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഈ ഡ്രസ്സില്ലേ, എനിക്ക് റഫീക്ക വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ചുരിദാർ തന്നില്ലേ, ടോപ്പുകളല്ല അല്ലാതെ ഒരു ചുരിദാർ തന്നില്ലേ. അപ്പോൾ അത് ഞാൻ തയ്ക്കാൻ കൊടുത്തു. ടോപ്പ് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, തയ്ക്കാൻ കൊടുത്തു. അപ്പോൾ ഷോള് ഞാൻ വെറുതെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഷോള് എനിക്കും റഫീക്കാക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. അത്യാവശ്യം റേറ്റുള്ള ചുരിദാർ വരുന്നത്, പക്ഷേ ടോപ്പ് നല്ലതായിരുന്നു, നല്ല വെറൈറ്റി കളറും ഒക്കെ. പക്ഷേ എന്തോ ഞങ്ങൾക്ക് രണ്ടാം ഷോൾ അത്ര ഇഷ്ടമായില്ല. ഷോൾ എന്തോ പോലെ തോന്നി. അങ്ങനെ പിന്നെ ആ ഷോൾ വെച്ചിരിക്കേണ്ട കാര്യമില്ല എന്ന് ചോദിച്ചിട്ട് പിന്നെ വേറൊരു ദിവസം പോയിട്ട് ഞാനത് മാറ്റിയിട്ടോ. എന്നിട്ട് എടുത്തതാണ്, അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് എടുത്തതാണ് ഈ ഒരു പച്ച ചുരിദാർ. അപ്പോൾ അതിൻ്റെയാണ് കൈ ഞാനിപ്പോൾ റെഡിയാക്കിയത് കേട്ടോ. ഇനിയിപ്പോൾ റഫീക്ക വന്നു. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോവാണേ. വൈത്തിരിയാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ പൂമോളെ നാത്തൂൻ്റെ മോളെ കല്യാണമാണ്. വൈത്തിരി YMCA വെച്ചിട്ടാണ് കേട്ടോ കല്യാണങ്ങൾ. ഇതാണ് കേട്ടോ അവരെ ഉപ്പയാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ നമ്മൾ വന്ന സമയത്ത്. കാര്യം ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കലും ഒക്കെ അവർക്ക് ഫുഡ് കൊടുക്കലും അങ്ങനത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതാ എൻ്റെ ഉമ്മയും ഉപ്പയും ചെറിയ ആങ്ങളെയും ഏട്ടത്തിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഒന്ന് കണ്ടു, കുറച്ച് നേരമൊക്കെ ഒന്ന് സംസാരിച്ചിരുന്നു. എന്നാലും കുറേ സമയം നിന്നിട്ടില്ല, കുറച്ച് സമയം. അപ്പോൾ ഇതാ മുഹമ്മദ് കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ പനിയാണ് കേട്ടോ, എല്ലാവർക്കും പനിയാണ്. ഹവ്വ, തനു, പിന്നെ എടുത്തിൻ്റെ മോക്കായാലും ഒക്കെ. ഇതാ മുഹമ്മദൊക്കെ കണ്ടോ പനിച്ചിട്ട് ആകെ ടയേർഡാണ് കേട്ടോ. ആരടുത്തേക്കും പോകുന്നൊന്നുമില്ല. കോട്ടൊക്കെ ഇട്ടെടുത്തിട്ട് തോളിൽ കിടന്നുറങ്ങുക കേട്ടോ. അതാ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. നല്ല ചിക്കൻ ബിരിയാണി ഞാൻ കഴിച്ചു, ബീഫ് ബിരിയാണി ഞാൻ കഴിച്ചു. റഫീക്ക ചിക്കൻ മന്തിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇതാ തനു ഹവ്വ എവിടുന്നോ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കണ്ടപ്പോൾ. അങ്ങനെ ഇതാ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കള്ളപ്പം കാണിക്കുന്നുണ്ട്. അപ്പോൾ കള്ളൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന കള്ളപ്പം, ഇത് കള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതല്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ തലേ ദിവസം അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ്, അതായത് 1/4 കിലോ, 1 കപ്പ് അരി പച്ചരി കഴുകിയിട്ട് കുതിരുക. ഒരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ കുതിർക്കുക കേട്ടോ.
നേരത്തെ കുതിർത്ത് വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഉച്ചക്കിട്ടിട്ട് വൈകുന്നേരമാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അതിലേക്ക് നമ്മൾ വെള്ളപ്പത്തിന് എടുത്ത ആ ഒരു രീതിയാണ്, പക്ഷേ കുറച്ചുകൂടെ തേങ്ങ, ഞാനിപ്പോൾ 3 തവി തേങ്ങ, അതായത് 3 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചോറ് ഒരു തവി തന്നെ മതി കേട്ടോ, നമ്മൾ ഒരു കൈപ്പിടി അത്ര മതി, കറക്റ്റ് അളവാണ് കേട്ടത്. ഇനി 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വലിയ തരിയുള്ള ഈസ്റ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അതാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തോ. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്, വെള്ളപ്പത്തിനേക്കാളും കുറച്ച് ടൈറ്റായിട്ട് അരച്ചെടുക്കുക. എന്നാൽ ഒരുപാട് ടൈറ്റും ആവരുത്, ഒരുപാട് ലൂസും ആയിട്ട് പോകരുത് കേട്ടോ, നന്നായിട്ട് കിട്ടൂല. ഇനി ഇതിൽ ഉപ്പ് മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് പഞ്ചസാര, അതായത് ഒരുപാട് കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തുള്ളൂ. കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നമുക്ക് സ്നാക്കായിട്ടൊക്കെ കഴിക്കാം. പിന്നെ ഞാൻ കുറച്ച് മധുരം കുറച്ചിട്ടുണ്ട്. ഈ ഒരു മധുരം കുറച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചിക്കൻ കറീൻ്റെ കൂടെ ബീഫ് കറീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ, കുറഞ്ഞ മധുരത്തിൽ ഉണ്ടാക്കിയാൽ. അല്ല ഒട്ടും മധുരം ഇട്ടിട്ടില്ലെങ്കിലും ഉപ്പ് ചേർത്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തു. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ, ഇത്രയും മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കുക. ഇത് രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് പൊങ്ങി നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ പൊങ്ങി വന്ന മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ, പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് അപ്പോഴാണ് ടൈം കിട്ടിയത്. അപ്പോൾ ഇതാ ഈ ഒരു പൊങ്ങി വന്നപ്പോൾ ഈ ഒരു രീതിയാണ്. അരച്ച് വെക്കുമ്പോൾ നിങ്ങൾ ആ കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതൊരു 20 മിനിറ്റ് ഈ ഒരു പ്ലേറ്റിൽ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ കുറച്ച് സമയം വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 20 മിനിറ്റ് മാക്സിമം അത്ര മതി കേട്ടോ. പിന്നെ ഒരു കപ്പ് അരിയും കൊണ്ട്, അതായത് 1/4 കിലോ അരിയും കൊണ്ട് എനിക്കിതാ ഈ ഒരു പ്ലേറ്റിന് ഒരെണ്ണാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ ഏത് പ്ലേറ്റിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക, ഇഡ്ഡലി തട്ടിലോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തണുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നല്ല തണുത്ത് സൈഡെല്ലാം വിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടല്ലേ കഴിക്കുക. ഞാനിപ്പോൾ ഇതിങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സൈഡെല്ലാം ഇങ്ങനെ വെടിയിച്ചൊന്ന് എടുക്കുകയാണേ. നല്ല പെർഫെക്റ്റ് കള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. കള്ള് ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കലുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല, ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. ഇതും തപ്പ് കാച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് നമുക്ക് വേഗം ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു രീതിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് നമ്മുടെ അപ്പവും സ്റ്റൂവും ഇതും എല്ലാം ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് കഴിക്കുകയാണ്. നമ്മൾ ചായക്ക് എടുത്തു കേട്ടോ. ചിക്കൻ കറീൻ്റെ കൂടെ ബീഫ് കറീൻ്റെ ഒക്കെ കൂടെ കൂട്ടാനും നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആ രീതിയിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കലുണ്ട്. പിന്നെ നല്ലോണം മധുരം ഇട്ടാൽ ഇവിടെ എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കുറഞ്ഞ മധുരം ഇട്ടത് കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ കള്ളപ്പാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ. പുളിപ്പും കാര്യങ്ങളൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതാ നമ്മൾ ഇവിടെ കൽപ്പറ്റ തന്നെയുള്ള ഒരു കല്യാണത്തിന് വന്നതാണ് കേട്ടോ. നമ്മളെ അമ്പലേരിയുള്ള അവരുടെ ഒരു ഫാമിലിയിലെ കല്യാണമാണ്. അപ്പോൾ ഇവിടെ കൽപ്പറ്റ തന്നെ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാട്ടോ കല്യാണം. അങ്ങനെ ഇതാ നമ്മൾ മകർവ് നിസ്കരിച്ച ഉടനെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളറിയുന്ന ആളുകളാട്ടോ എല്ലാവരും ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. മസാല ദോശയുണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്, റൈസ് ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ കഴിക്കുന്നത് നെയ് റോസ്റ്റാണ് കേട്ടോ. നെയ് റോസ്റ്റും ചട്നിയൊക്കെ വാങ്ങിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതിലൊന്നും നിൽക്കൂല കേട്ടോ, പൊറോട്ട ഒക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെജിറ്റേറിയൻ ഇത് ദോശയാണല്ലോ കഴിക്കുന്നത്. അങ്ങനെയല്ല, അത് കഴിച്ച് കഴിഞ്ഞിട്ട് പൊറോട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പൊറോട്ട എന്ന് പറഞ്ഞാൽ വലിയ പൊറോട്ട അല്ല കേട്ടോ, കോയിൻ പൊറോട്ട ഉണ്ടല്ലോ ചെറുത്, അതും. എവിടെ ഇരിക്കുക? ഓടുക ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്ക് നോക്ക് ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ അതിന് ശേഷം റഫീഖക്ക് പാൻറ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എസ്കടയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ റഫീഖ സെലക്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ വെക്കേഷനാണ്, തിരക്കൊക്കെ ഒഴിയുന്ന സമയത്തൊക്കെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണുക. കണ്ടിട്ട് നിങ്ങളെ ഫീഡ്ബാക്കും കാര്യങ്ങളും ഒന്നും അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടൗണൊക്കെ അല്ലേ ഒരു ക്രിസ്മസ് മയം വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ട ഫുൾ സ്റ്റാറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. ശരിക്കും ന്യൂ ഇയർ, ക്രിസ്മസ് ആ ഒരു ടൈമിലൊക്കെ ടൗണിലൂടെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നമുക്ക് ആ മൂഡ് ശരിക്കും കിട്ടും, നല്ല നല്ല ഹാപ്പി ആവും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.